ഡോക്ടർ, ഇപ്പോൾ ഈ അടുത്ത് ഫൈബ്രോമയാൾജിയ എന്നൊരു ടേം നമ്മൾ വളരെ വ്യാപകമായിട്ട് കേൾക്കുന്നുണ്ട്. ആയുർവേദ ചികിത്സാ രംഗത്തും ഈ വാക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. എന്താണ് ഫൈബ്രോമയാൾജിയ? ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത് ശരീരത്തിൽ ഒരു പല ഭാഗങ്ങളിൽ വേദന ഉള്ള ഒരു രോഗത്തിനാണ് ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത്. സത്യത്തിൽ മറ്റ് കൃത്യമായിട്ടുള്ള കാരണങ്ങളില്ലാതെ ഒരു പ്രോപ്പറായിട്ട് ഡയഗ്നോസിസ് നമുക്ക് ചെയ്യാൻ കഴിയാത്തപ്പോഴും രോഗിക്ക് ശരീരത്തിലെ പല ഭാഗങ്ങൾ വേദന ഉണ്ടെങ്കിൽ നമ്മൾ ഫൈബ്രോമയാൾജിയ എന്നുള്ളൊരു ഡയഗ്നോസിസിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഇത് ഫൈബ്രോമയാൾജിയ എന്ന ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ, ശരീരവേദന അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ വേണം. ഈ ഫൈബ്രോമയാൾജിയ എന്ന അസുഖം സത്യത്തിൽ രോഗികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അവർക്ക് ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് വേദന ഉണ്ടാകാം. അതിൻ്റെ കൂടെ തന്നെ ക്ഷീണം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. പൊതുവെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അത്രയും എനർജിയോടുകൂടി അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ടാകുക എന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അതിൻ്റെ കൂടെ തന്നെ ഉറക്കത്തിൽ വളരെ വ്യത്യാസം വരും. ഉറക്കം തീരെ കുറഞ്ഞു പോകാം, ഉറക്കം തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകുക, ഉറങ്ങിയാൽ തന്നെ പെട്ടെന്ന് വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്ലീപ്പായിരിക്കുക. ഇതൊക്കെ ഫൈബ്രോമയാൾജിയയുടെ ഈ ജോയിൻറ്റ് പെയിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു ലക്ഷണമാണ്. അതിനോടൊപ്പം തന്നെ അവർക്ക് ബവൽ മൂവ്മെൻറ്റ്സിൽ വ്യത്യാസം, അതായത് ടോയ്ലറ്റിൽ പോകാനുള്ള ആ ഒരു നോർമൽ ഇതിൽ നിന്ന് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം പോലെ വരാം, ചിലപ്പോൾ വയറിളക്കം വരാം. ഇങ്ങനെ ഈ വ്യത്യാസങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ ഇത് ഫൈബ്രോമയാൾജിയ ആണെന്ന് കൃത്യമായിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. അതല്ലാതെ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ഈ ബ്ലഡ് ടെസ്റ്റ് പോസിറ്റീവായാൽ അല്ലെങ്കിൽ 1, 2, 3 ടെസ്റ്റുകൾ പോസിറ്റീവായാൽ ഇത് ഫൈബ്രോമയാൾജിയ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതേ ലക്ഷണങ്ങൾ തന്നെ മറ്റ് പല അസുഖങ്ങൾക്കും ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫൈബ്രോമയാൾജിയ ഡയഗ്നോസിസ് ചെയ്യാൻ പൊതുവേ ചെയ്യുന്നത് മറ്റ് അസുഖങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തുകയാണ്. അതായത് ആർത്രൈറ്റിസ് വരുമ്പോൾ, അതായത് സന്ധിവാതം അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഇതിനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സന്ധികളിൽ വേദന ഉണ്ടാവില്ല, ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതല്ലാന്ന് ഉറപ്പ് വരുത്താനായിട്ട് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് അതെല്ലാം നമുക്ക് ഉറപ്പ് വരുത്താം. പിന്നെ അതേപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മസിൽസിന് വേദന, അതേപോലെ തന്നെ ക്ഷീണം ഒക്കെ വരാം. അപ്പോൾ അതെല്ലാം ഉറപ്പ് വരുത്തുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലക്ഷണങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു 3 മാസത്തെ കാലയളവിൽ ഈ വേദനകൾ, ശരീരവേദന, അതേപോലെ തന്നെ ഉറക്കത്തിൻ്റെ പ്രശ്നം, ക്ഷീണം, അതേപോലെ ചിലർക്ക് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. ഇതിന് ഫൈബ്രോ ഫോഗ് എന്ന് പറയും. അതായത് കൃത്യമായി ചിന്തിക്കാനും ഓർമ്മിച്ചെടുക്കാനും ഉള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ ഇത് വരിക. പിന്നെ ഈ ശോധനയ്ക്കുള്ള, അതായത് കോൺസ്റ്റിപ്പേഷനോ ഡയറിയോ വരിക. ഇതെല്ലാം കൂടെ ഉള്ളപ്പോഴാണ് ഫൈബ്രോമയാൾജിയ എന്നൊരു കണ്ടീഷനിലേക്ക് പോകുന്നത്. ഫൈബ്രോമയാൾജിയ ഉള്ളവരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഫൈബ്രോമയാൾജിയ ആണെന്ന് വളരെ ലേറ്റായിട്ടായിരിക്കും ഡയഗ്നോസ് ചെയ്യുന്നത്. പൊതുവേ എല്ലാവരും തന്നെ ഒത്തിരി പെയിൻ കില്ലേഴ്സ് എടുത്ത് അല്ലെങ്കിൽ ആർത്രൈറ്റിസിന്, സന്ധിവാതത്തിനുള്ള ചികിത്സയൊക്കെ എടുത്തതിന് ശേഷം മാറാതെ പിന്നീടായിരിക്കും ഒരുപക്ഷെ ഇത് ഫൈബ്രോമയാൾജിയ ആണെന്ന് ഡയഗ്നോസിസ് ചെയ്യുന്നത്. ഈ അസുഖത്തിന് വ്യക്തമായിട്ടൊരു ചികിത്സ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പറയുന്നില്ല. അതായത് കണ്ടീഷൻ അനുസരിച്ച് ചിലർക്ക് ഈ സന്ധിവേദനയുടെ കൂടെ ഡിപ്രഷനോ ആൻസൈറ്റിയോ പോലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കൊടുക്കുക, വേദന കൺട്രോൾ ചെയ്യാനുള്ള പെയിൻ കില്ലേഴ്സ് പോലുള്ള മരുന്ന് കൊടുക്കുക എന്നുള്ള ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ് പൊതുവെ ഇതിന് ഫോളോ ചെയ്തു വരുന്നത്. അപ്പോൾ പലർക്കും ഈ അസുഖത്തിനൊരു ചികിത്സ ഇല്ല എന്നുള്ള ഒരു പേടി കൂടി ഈ അസുഖത്തിൻ്റെ മേലെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. കൂടുതലും ഇത് സ്ത്രീകളിലാണ് ഈ അസുഖം കാണുന്നത്. ഈ അസുഖമുള്ളവരിൽ ഒരു 80-90% ആൾക്കാരും സ്ത്രീകളാണെന്നാണ് ജനറലി വേൾഡ് വൈഡ് ആയിട്ടുള്ള റിസർച്ച് തെളിയിക്കുന്നത്. അപ്പോൾ ജീവിതത്തെ ഈ പറഞ്ഞ പോലെ വളരെ രീതിയിൽ ബാധിക്കുക. അതായത് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായി അവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ വരുന്ന കുറവ്, ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ട സമയം കൊടുക്കാൻ പറ്റാണ്ട് വരിക, എല്ലാത്തിനും ശ്രദ്ധിക്കാൻ പറ്റാണ്ട് വരിക, ജോലിയിലെ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ പറ്റാണ്ട് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ തീവ്രമായിട്ടുള്ള, പലർക്കും വളരെ തീവ്രമായിട്ടുള്ള ശരീരവേദന വരാറുണ്ട് ഈ ഫൈബ്രോമയാൾജിയ ഉള്ളവരിൽ. ഈ ഫൈബ്രോമയാൾജിക്കുള്ള ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ചികിത്സ അതിൽ പ്രധാനമാണ്. അതിൻ്റെ കൂടെ തന്നെ വേദനയ്ക്കുള്ള പല ചികിത്സകൾ, അതിൽ പ്രധാനമായിട്ടും ആയുർവേദത്തിൽ പല രീതിയിലുള്ള മസാജസ്, അതായത് അഭ്യംഗം എന്നുള്ള എണ്ണയിട്ടുള്ള തിരുമ്മൽ, അതുപോലെ തന്നെ കിഴികൾ ചൂടാക്കിയിട്ട് നമ്മൾ കിഴി വയ്ക്കുന്നത്,
അതേപോലെ തന്നെ പിഴിച്ചിലെന്ന് പറഞ്ഞിട്ട് കായസേകം എന്ന് പറയുന്ന എണ്ണയും മറ്റ് കഷായങ്ങളും ഒക്കെ ചൂടാക്കി മേത്ത് ധാര ചെയ്യുക. ഇതൊക്കെ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും നല്ലതാണ്. അതേപോലെ തന്നെ മസിൽസിൽ വേദന കുറയ്ക്കാനും വളരെ ഉപകാരപ്രദമാണ് ഈ ചികിത്സകൾ. ഫൈബ്രോമയാൾജിയയുടെ ചികിത്സയിൽ വ്യായാമവും വളരെ പ്രധാനമാണ്. ആയുർവേദ ചികിത്സയുടെ കൂടെ നമ്മൾ ഫൈബ്രോമയാൾജിയക്ക് യോഗയും നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. യോഗ എന്ന് പറയുന്നത് നല്ലൊരു വ്യായാമമാണ്. അതിൻ്റെ കൂടെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനും യോഗയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അപ്പോൾ ഈ മാനസിക സമ്മർദ്ദത്തിനുള്ള അതിൻ്റെ യോഗയുടെ എഫക്റ്റും അതൊരു വ്യായാമം ആണെന്നുള്ള നിലയിലും ആയുർവേദ ചികിത്സയുടെ കൂടെ യോഗയും ഇതിന് ഫൈബ്രോമയാൾജിയക്ക് വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചികിത്സ എന്ന് പറയുന്നത് വിവിധ രീതിയിലുള്ള മസാജ് ടെക്നിക്സ്, അത് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിൽ മൊത്തം ഒരു ടച്ച് വരുവാണ്. ആ ടച്ച് തന്നെ നമ്മുടെ മസിൽസിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും നെർവ്സിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും വേദന കുറയ്ക്കാനും സഹായിക്കും. അതേപോലെ തന്നെ മരുന്നുകൾ പ്രധാനമായിട്ടും നീർക്കെട്ടുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനും, അതേപോലെ തന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും, കോൺസ്റ്റിപ്പേഷനോ ഡയറിയ അങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുമുള്ള മരുന്നുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ തരും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വിവിധ മസാജ് ടെക്നിക്സും യോഗയും കൂടെ ഉൾപ്പെടുന്നതാണ് ഫൈബ്രോമയാൾജിക്കുള്ള ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത്.